ഞാൻ വേണുപറമ്പത്ത് ഉജ്ജയിനി യൂട്യൂബ് ചാനലിന്റെ ഉടമ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് മലപ്പുറം പാലത്തിന് മുകളിൽ കളപ്പജി പാലം എഴുതി കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്താണ് ഇതിന് കളപ്പജി പാലം പുതിയ പാലത്തിൽ കളപ്പജി പാലം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അത് ആ പേരിട്ടല്ലേ എൻ്റെ ഉജ്ജയിനിയുമായിട്ട് എൻ്റെ ഒരു കണക്കുണ്ട്. ഉജ്ജയിനിൽ വെച്ചിട്ട് കളപ്പജിന്റെ ജീവിതത്തെപ്പറ്റി ആദ്യമായി നാടകം രൂപപ്പെട്ടത് ഉജ്ജയിനിൽ വെച്ചാണ്. 30 ദിവസത്തോളം അതിൻ്റെ റിഹേഴ്സൽ അവിടെ വെച്ച് നടന്നു. അപ്പോൾ അതിൽ ഞാൻ എല്ലാവരും സഹായിച്ചു. ഫ്രീ ആയിട്ടാണ് ഞാൻ അനുവദിച്ചത്. അപ്പോൾ ആ നാടകം എഴുതിയത് അനശ്വര രവി എന്ന് പറഞ്ഞ ബിജു എന്നുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള NB ബിജു നാടക എന്ന സംഘടനയുടെ നാടകലാകന്മാർ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി അദ്ദേഹമാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. പിന്നെ അതിൽ മെയിൻ കളപ്പറ്റി അഭിനയിച്ചത് വിനു കുറുവങ്കാട് എന്ന ഇപ്പോൾ ആയിട്ട് സാമൂഹ്യ രീതിയിൽ വർക്ക് ചെയ്ത് വെച്ചാണ്. അദ്ദേഹം ഹൈസ്കൂൾ മാഷായിരുന്നു ഇവിടെ കൊയിലാണ്ടി ബോയ്സിൽ. അപ്പോൾ അങ്ങനെ ആ നാടകത്തിൽ അവസാന ഭാഗം അതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ ഈ കേളപ്പജി ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റായ സമയത്താണ് ഈ പാടകം 2 പാലങ്ങൾ ഇവിടെയും മറ്റേ മറുഭാഗത്തുള്ള മൂരാടും പാലമുണ്ടാക്കാൻ ബഡ്ജറ്റ് വെച്ചിട്ട് വിചാരിച്ചു. അങ്ങനെ പാലം ഉണ്ടാക്കി. കേളപ്പജി നേതൃത്വത്തിൽ തന്നെ നേരിട്ട് വന്ന് ഇടപെട്ട് അതിനൊക്കെ നോക്കിയിട്ടാണ് ഈ പാലം ഉണ്ടാക്കി. അങ്ങനെ പാലം ഉണ്ടാക്കി ഇത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് ശത്രുക്കൾ ഇദ്ദേഹത്തിന് ഭയങ്കര പേര് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഈ പാല നിർമ്മാണത്തിൽ അഴിമതി കിട്ടുമെന്ന് പറയുകയും അദ്ദേഹത്തിനെതിരായി പോസ്റ്റോട്ടൊക്കെ വെക്കും പല ഭാഗത്തും. അപ്പോൾ അതിൽ മനന്തൊന്ത് കളപ്പജി ഡിസ്ട്രിക്ട് സെക്രട്ടറി രാജിവെക്കുകയാണ്. അങ്ങനെ ആ ഒരു സംഭവം ഇതിലുള്ളതുകൊണ്ട് ഈ നാടകത്തിൽ അവസാന ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുള്ളതുകൊണ്ട് അത് ആദ്യം ജനങ്ങൾക്ക് വളരെ കൃത്യമായ സംഭവം അറിയില്ലായിരുന്നു. വളരെ മുമ്പോട്ട് കാര്യമാണ്. അപ്പം ആണ് ഈ പാലം പുതിയ പാലം ഇവിടെ ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തന്നെയായിരുന്നു. അപ്പോഴാണ് നാട്ടുകാർ പ്രത്യേകിച്ച് ഈ സർവോദയക്കാരും ഗാന്ധിയൻ ആൾക്കാരൊക്കെ ഈ പുതിയ പാലത്തിൽ കളപ്പജി പാലം എന്ന് കീഴടണമെന്ന് ഈ പാലത്തിൽ മറവാക്കി നടത്തി. ഞാനും ഇതിൽ പോയി പങ്കെടുത്തിരുന്നു. അങ്ങനെ ഗവൺമെന്റ് നമ്മളെ സഹീന്ദ്രൻ സാറ് അതിനെ ഓർഡറിട്ടെങ്കിലും ഈ ബോർഡ് വെക്കാൻ വളരെയധികം താമസമെടുത്തു. ബോർഡ് പടുത്ത വെച്ച് അങ്ങനെയാണ് ഈ പാലത്തിന്റെ ഈ ഇതുണ്ടാക്കിയത്. പിന്നെ അതിലൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഈ കളപ്പജി ഞാനിപ്പോൾ ഇന്നത്തെ പരിപാടി ഇതല്ല എൻ്റെ മെയിൻ പരിപാടി കോഴിക്കോട് ടൗണിൽ മനോരമയിൽ ഉണ്ടായിരുന്ന അബൂബക്കർ എന്ന ആളായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആണ്. അതെന്താ വെച്ചാൽ അദ്ദേഹം കോഴിക്കോടിലെ KP മുഹമ്മദ് എന്ന് പറഞ്ഞ ലോഹ്യ വിചാരവാദി സംഘടന എന്ന സ്ഥാപനത്തിൻ്റെ സംഘടനയുടെ നേതാവായിരുന്ന അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. ലോഹ്യ വിചാരവാദി ആശയമായിട്ടും അത് KP മുഹമ്മദിനെ പറ്റും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോവാണ്. അപ്പോൾ അദ്ദേഹം ഈ കളപ്പജിയായിട്ടുള്ള ചെറിയൊരു കണക്ഷനല്ല 2 കൂട്ടർ സ്വാതന്ത്ര്യ സംസ്ഥാനങ്ങളാണ് ഒക്കെയാണ്. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് കളപ്പജി സത്യമൊക്കെ നടത്തിയല്ലോ. അതിൽ കളപ്പജിയുടെ ഒപ്പം അബ്ദുറഹ്മാൻ സാഹിബ് പിന്നെ കൃഷ്ണപിള്ള ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അയാൾ പ്രത്യേകം നടത്തി. പക്ഷേ രോഗിയൊക്കെ പുലർത്തുന്നു. പക്ഷേ രോഗി ഉപരിപഠനത്തിൽ ജർമ്മനിയിൽ പോയിട്ട് തന്റെ ഡോക്ടറേറ്റ് എടുത്തത് ഉപ്പും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന വിഷയം അത് ഉപ്പ് സത്യത്തെ പറ്റിയാണ്. അപ്പം അത്തരത്തിൽ ആശയപരമായിട്ട് കുറേ കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ് രോഗ്യ പ്രവർത്തനം എന്നതിനേക്കാൾ. അതുപോലെ തന്നെ വേറെ കാര്യം ഈ കേളപ്പജി ഈ ഹരിജനോദ്ധാര പ്രവർത്തനത്തിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്തില്ല. ലോഹ്യം അങ്ങനെയല്ല കുറച്ചുകൂടി ആഴത്തിൽ ഈ വിഷയം പഠിച്ചെടുക്കുകയാണ്. അദ്ദേഹം ഇന്ത്യയിലെ പല സന്ദർഭങ്ങളായി വിദേശത്തെ ഇന്ത്യൻ അക്രമകാരികൾ വന്നിട്ടുണ്ട്, മറ്റേ അക്രമകാരികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അക്രമകാരികൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം കൂടെ സാധാരണക്കാർ ജനങ്ങൾ ഒരു ഘോഷയാത്ര തരുന്ന കണ്ട രീതിയോടെ ഈ അക്രമക്കാരിൽ നോക്കുന്നതാണ്. അതായത് ബഹുഭൂരിപക്ഷം വരുന്ന അടുത്തുള്ള ജനങ്ങൾക്ക് തങ്ങളുടെ രാജ്യമാണെന്നൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല. അവർ അത്രത്തോളം തീരെ ആ രാജ്യത്തിന്റെ ജീവിതമായി ബന്ധപ്പെടാതെ അത്തരത്തിൽ അടുത്തിട്ട് കിടക്കുന്ന ആൾക്കാർ, അതായത് ഉത്തരരും ആദിവാസികളും മുസ്ലിമൊക്കെ തുടങ്ങി ഇവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ഇവർക്കും രാഷ്ട്രീയത്തിൽ പൂർണ്ണ സ്ഥാനം കിട്ടിയാൽ മാത്രമേ ഇന്ത്യ ശക്തമാവൂ എന്ന ആശയം 1947 കാലഘട്ടത്തിൽ തന്നെ മുന്നോട്ട് ചെയ്തു. അതിൽ പഞ്ചവർഗം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദളിത്, ആദിവാസി, പിന്നോക്ക ജാതിക്കാർ, പിന്നെ മുസ്ലിം, സ്ത്രീകൾ. അങ്ങനെ ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇപ്പം അടുത്ത കാലത്ത് അത് കൂടുതലും ശക്തി കിട്ടിയിരിക്കുകയാണ്. അഖിലേഷ് യാദവിന് 37 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ പല സീറ്റ് കിട്ടുന്നില്ല. ആ ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ്. ഞാൻ കൂടുതൽ വിഷയം പറയുന്നില്ല. കൂടുതൽ അദ്ദേഹത്തെ സൂപ്പർ കണ്ടക്ഷൻ കാണാമെന്ന് പറഞ്ഞു. ഞാൻ കോഴിക്കോട് ദേവരിക്കോളയിലാണ് PDC പഠിച്ചത്. അപ്പോൾ ഞാൻ കോഴിക്കോട് ടൗണിലേക്ക് ഒരു ദിവസം വൈകുന്നേരം വന്ന സമയത്ത് അവിടെ ഒരു പോസ്റ്റർ കണ്ടു, ലോഹ്യ ദിനം എന്ന് പറയിട്ട്. ഞാൻ അപ്പോഴേക്കും ലോഹ്യയുടെ അനുയായി താല്പര്യമുള്ള വ്യക്തിയായിരുന്നു.
അതുകൊണ്ട് ഞാൻ വിട്ടുപോകാതെ തന്നെ ആ പരിപാടിക്ക് വന്നു. പരിപാടിക്ക് വന്ന സമയത്താണ് ഈ ആ പരിപാടി സംഘടിപ്പിച്ച് KP മുഹമ്മദ് എന്ന വ്യക്തിയാണെന്ന് മനസ്സിലായത്. അതിനുശേഷം എല്ലാ വർഷവും എൻ്റെ അഭിപ്രായത്തിൽ ലോഹ്യ മരിക്കുന്നവരെ ലോഹ്യാദിനം കോഴിക്കോട് ആചരിച്ചിട്ടുണ്ട്. അതിൽ പലവിധ ബുദ്ധിജീവികളും വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അതിൽ മറ്റേ അയ്യപ്പണിക്കർ, UR അന്തമൂർത്തി, ലങ്കേഷ്, പരിവർത്തനവാദിയുടെ MA ജോണ്, പിന്നെ MGS ആരാണ്, അഞ്ജൻ, അയാൾ മമ്മാവനാണ്, M ഗംഗാധരൻ, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് മിക്കവാറും കോഴിക്കോട് ടൗണിലെ പ്രമുഖ വ്യക്തികളൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. K കൊടുങ്ങല്ലൂർ, NP മുഹമ്മദൊക്കെ തുടങ്ങിയ ആൾക്കാർക്ക്. അപ്പം അങ്ങനെ വെറൈറ്റി ഓഫ് സബ്ജക്റ്റിനെ പറ്റിയിട്ട് പ്രഭാഷകർ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ഇത് ഇത്ര അറിവുണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം ചെയ്ത കോൺട്രിബ്യൂഷൻ, അതായത് KP മുഹമ്മദ് ചെയ്ത കോൺട്രിബ്യൂഷൻ ഈ രംഗത്ത് വളരെ കൂടുതലാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ അല്പം ഈ ആശയത്തിലേക്ക് വന്ന് ഇപ്പോൾ ഈ ആശയം വളരെ ഫ്ലറിഷായി വരികയാണ്. ഇതിൽ UP ഇലക്ഷൻ ഫലമൊക്കെ ലോഹ്യാശയത്തിൽ വന്ന. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി KP മുഹമ്മദിനെ പറ്റി ഒരു ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പറ്റി എഴുതിയെടുക്കുകയാണ്. അദ്ദേഹത്തിന് KP മുഹമ്മദിന്റെ ഒരു മകളേ ഉള്ളൂ, അതുകൊണ്ട് ആൺകുട്ടികളായിട്ടില്ല. അതുകൊണ്ട് മരുമക്കളാണ് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മകനായ അബൂബക്കർ സാറാണ്. അദ്ദേഹം മലയാള മനോരമയിൽ ജോലി എടുത്തതാണ്. അദ്ദേഹത്തോട് ചോദിക്കാം, ഈ KP മുഹമ്മദ് ഇങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമായിട്ട് വന്ന ആളാണല്ലോ, അയാൾ സ്വാതന്ത്ര്യ സമര സേനാനിക്കാണല്ലോ, അയാളെ പറ്റിയുള്ള എന്താണ് അദ്ദേഹത്തിന്റെ അന്ത്യകാലങ്ങളിൽ അദ്ദേഹത്തെ പറ്റിയുള്ള അറിവ് എന്ന് പറയും ഈ ചോദിക്കാൻ രാഷ്ട്രീയ. KP മുഹമ്മദ് ജനിച്ചത് ഇപ്പം മലപ്പുറം ജില്ലയിലുള്ള പുളിക്കൽ എന്ന സ്ഥലത്താണ്. അവിടെ പുളിക്കൽ പടിഞ്ഞാറേത്തൊടി എന്നാണ് തറവട്ട് പേര്. അതാണ് KP എന്ന് പറഞ്ഞത്. KPക്ക് 3 സഹോദരിമാരാണുള്ളത്. ഒരു KP മുഹമ്മദ്. ചെറുപ്പം നാളെ തന്നെ KP മുഹമ്മദിന്റെ ഫാദർ കോഴിക്കോട്ടെ ചെക്കറിയിട്ടുണ്ട്. അദ്ദേഹം പഠിച്ചത് ചാലിയ ഉമ്പുച്ചി ഹൈസ്കൂള്, പിന്നെ സാമുലൻസ് ഗുരുവായൂർ ഇതിലാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിയുണ്ടായിട്ടുണ്ട്. ഇതിപ്പോ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ പറ്റി VS കേരളീയൻ എഴുതിയ കേരളത്തിന്റെ വീരപുത്രൻ എന്ന പുസ്തകത്തിൽ KP മുഹമ്മദ് വിദ്യാർത്ഥി നേതാവായ KP മുഹമ്മദിന്റെ ആസ്തിനെ പരാമർശിക്കുന്നുണ്ട് ആ ബുക്കിൽ. വിദ്യാഭ്യാസത്തിന് ശേഷം മുഹമ്മദ് KP ജീവിക്കാൻ വേണ്ടി ഒരു ട്യൂട്ടോറിയൽ കോളേജൊക്കെ നടത്തിയിരുന്നു കോഴിക്കോട്ട് തളിയിൽ. തളി ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ഒരു ബിൽഡിംഗ് ആണ്, അവിടെ ഉണ്ടാവും. തെക്ക് മുറി എന്നായി പറയാം, തെക്കയാ. ആ ബിൽഡിംഗ് KP വാടകയ്ക്കെടുത്തിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. KP മുഹമ്മദിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരത് തളി ദേവസ്വത്തിന് വരെ എഴുതി കൊടുത്തു. കേസിൽ ജയം കിട്ടാതെ വന്നപ്പോ അന്നത്തെ കാലത്തെ പ്രമുഖരായ പല BR കൃഷ്ണയരടക്കം ഡോക്ടർ VS സയ്യിദ് മുഹമ്മദ് അങ്ങനത്തെ പ്രമുഖരായ അഡ്വക്കേറ്റുമാർക്കാണ് കേസ് നടത്തിയിരുന്നത്. അങ്ങനെ ഒരു തളി ക്ഷേത്രത്തിൽ വീണ് കൊടുത്തതോടുകൂടി കേസിന്റെ വിധി മാറിയല്ലോ. അങ്ങനെയാണ് കേസ് അത് ഒഴിഞ്ഞു കൊടുക്കാൻ വിധി വന്നത്. അത് ഒഴിഞ്ഞു കൊടുത്തു. അവിടെയാണ് ട്യൂട്ടോറിയൽ കോളേജ് നടത്തിയിരുന്നത്. അപ്പൊ ഈ മുറിയിൽ KP മുഹമ്മദ് ഒരു മുറിയിലായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ആ മുറിയിൽ ഡോക്ടർ ലോഹിയ ഒന്ന് താമസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ഇയാള് അല്ല ജോർജ് ഫെർണാണ്ടസ്, ഇങ്ങനത്തെ പുറത്തു നിന്നുള്ള നേതാക്കൾ വന്ന് പലരും താമസിക്കുന്നതൊക്കെ സ്ഥലങ്ങളാണ്. അതൊരു സോഷ്യലിസ്റ്റ് പാർട്ടി ആ ഒരു കേന്ദ്രമായിരുന്നത്. ഈ ട്യൂട്ടർ കോളേജിലെ മാഷുമാരും ഉണ്ടായിരുന്നു പലരും. നല്ല അറിയപ്പെടുന്ന ബാലകൃഷ്ണക്കുറുപ്പ്, ദാമോദരക്കുറുപ്പ്, ഡോക്ടർ ദാമോദരക്കുറുപ്പ് ഡോക്ടറാണ്, PhD ഒക്കെ ഉള്ള ആളാണ്. കാലത്തൊക്കെ അവരൊക്കെയാണ് ട്യൂട്ടർ കോളേജിൽ നയിച്ചിരുന്നത്. പിന്നെ KP മുഹമ്മദിന് പറഞ്ഞല്ലോ ഒരു മകളെ ഉള്ളൂ. അവിടെ കല്യാണം കഴിച്ചിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മാനേജറായിരുന്നു. അപ്പോഴുണ്ട് ചോരാതെ കിടപ്പിലാണ്. അപ്പൊ ഇയാളെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പല വിധത്തിലുള്ള ഈ ആൾക്കാരെ കൊണ്ടുവന്നിട്ട്
ഇങ്ങനെ പ്രഭാഷണം നടത്തിയല്ലോ. മിക്കവാറും എല്ലാ പരിപാടിയിലും പങ്കെടുത്തൊരു വ്യക്തിയാണ്. ഒന്ന് മാത്രമേ വിട്ടിട്ടുള്ളൂ. പി ലങ്കേഷ് ഗൗരി ലങ്കേഷ് ഫാദർ പി ലങ്കേഷ് അന്ന് പ്രസവിച്ചിരുന്നു. അതിന് മാത്രം വിട്ടിട്ടു. ബാക്കി എല്ലാ പരിപാടിയും ഞാൻ പോയിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ അതില് ആദ്യത്തെ പരിപാടി ഇതൊക്കെ ഓരോരോ വ്യത്യസ്ത ആശയങ്ങളുടെ ഒരു സങ്കലനം നമുക്ക് കാണാം. ഞാൻ അതിന്റെ ഏകദേശം ഞാൻ രൂപത്തിൽ പറയാം. അതായത് ആദ്യത്തെ പരിപാടിയിൽ പങ്കെടുത്തത് കേദാമോദരൻ, കമ്മ്യൂണിസ്റ്റ് ദാർശനികൻ കേദാമോദരൻ പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പൻ കൂടെ ഒരു പണിക്കർ സാറുണ്ട്, പ്രൊഫസർ, അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ വീരേന്ദ്രകുമാർ എനിക്ക് തോന്നുന്നു വിദേശ പഠനങ്ങൾ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം പങ്കെടുത്ത ആദ്യത്തെ പരിപാടി എന്ന് തോന്നുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്നാ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊന്നും പങ്കെടുത്തത്. അന്നത്തെ ഒരു ചർച്ചയിൽ കാര്യമായിട്ട് നമ്മൾ സോഷ്യലിസ്റ്റുകാർ ഉണ്ടെങ്കിൽ കുറമില്ല. നിങ്ങളെ ഈ മുതലാളിത്തം വികാസം പ്രാപിച്ച സ്ഥലത്താണ് വിപ്ലവം ഉണ്ടാവുക എന്നൊരാശയം, ഈ മാർക്സിയൻ ആശയം ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. ഈ സോവിയറ്റ് യൂണിയനിൽ കാർഷികരായിട്ടാണ് ആശയ വിപ്ലവം ഉണ്ടായത്. അപ്പൊ അതിനെപ്പറ്റി അതുകൊണ്ട് അതോടുകൂടി തന്നെ ഈ ആശയം തെറ്റിപ്പോയി സോഷ്യലിസ്റ്റുകാർ പറഞ്ഞു. അപ്പം അന്ന് അവിടെയുള്ള ആരാണ് കുറമേ പറഞ്ഞു. അപ്പം കേദാമോദരൻ പറഞ്ഞു, അതായത് സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ കഷ്ടപ്പാടൊക്കെ വന്നപ്പോൾ വിപ്ലവത്തിൽ സ്വയം തയ്യാറായി നിൽക്കുമ്പോൾ ഇവിടെ മുതലാളിത്തം വികാസം പ്രാപിച്ചില്ല എന്നൊരു വിപ്ലവത്തിൽ തടഞ്ഞു നിൽക്കുന്നത് ശരിയല്ലല്ലോ, വിപ്ലവം നടക്കട്ടെ എന്നൊരു അഭിപ്രായമാണ് അന്ന് കേദാമോദരൻ പറഞ്ഞത്. പക്ഷേ സോഷ്യലിസ്റ്റുകൾ അതിനെപ്പറ്റി ലോഹി അതിനെപ്പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മുതലാളിത്ത വികാസം പ്രാപിച്ച രാജ്യക്കാലത്ത് സ്വാഭാവികമായി പാപ്പരീകരണം, ജനങ്ങൾ ദരിദ്രരാകും, പാപ്പരീകരണം സംഭവിക്കുമെന്നാണ് മാർക്സിൻ ദർശനം. പക്ഷേ ബ്രിട്ടനിൽ പാപ്പരീകരണം സംഭവിച്ചില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ നിന്നും ഈ റിസോഴ്സസ് കുറഞ്ഞ അളവിൽ അങ്ങോട്ട് കൊണ്ടുപോകുക, ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് കൂടുതൽ വെക്കുക. പാപ്പരീകരണം സംഭവിച്ചത് ഇന്ത്യയെ പോലെയുള്ള മൂന്നാം രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് ബ്രിട്ടനിൽ വിപ്ലവം നടക്കാതെ പോയത് എന്ന ആശയം മുന്നോട്ട് വെച്ചു. അങ്ങനെ വസ്തുനിഷ്ഠമായ ആശയം തന്നെ മുന്നോട്ട് വെച്ചു. അങ്ങനെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അത് മാത്രമല്ല, ഈ മൂന്നാം ലോക രാജ്യങ്ങൾ ഇതുപോലെ കൊളോണിയൽ ചൂഷണത്തിൽ അനുഭവപ്പെട്ട് പിന്നോക്ക് പോയ രാജ്യങ്ങൾക്ക് ചില പ്രത്യേക പരിപാടികൾ അദ്ദേഹം ആസൂത്രിച്ചു. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആസൂത്രിച്ച ഒരു കാര്യം ഒന്നാണ് ഈ ഭൂസേന. രണ്ട് വിധത്തിലെ ഭൂസേനുണ്ട്. വളണ്ടറി സർവീസ് ഉണ്ട്, ഗവൺമെന്റ് കുറച്ച് പൈസ കൊടുത്തിട്ട് വളർത്തിയെടുക്കുന്ന ഭൂസേനുണ്ട്. അത് വളരെ കാലം കഴിഞ്ഞപ്പോൾ സോഷ്യലിസ്റ്റ് ആളായതിനെ രഘുവംശ പ്രസാദ് എന്നാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ അതിലൂടെ നടപ്പാക്കി. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിപ്പോൾ നടപ്പാക്കി. നമ്മുടെ ജനങ്ങളുടെ ഗുണമുണ്ട്. വളണ്ടറി സർവീസ് എന്നത് ഞാനും വളണ്ടറി സർവീസ് എന്ന രൂപത്തിൽ പരിപാടി കോഴിക്കോട് നടത്തിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഈ വ്യവസായവൽക്കരണത്തെ പറ്റി പറയാൻ സംബന്ധിച്ചാൽ ഈ വൻകിട വ്യവസായവൽക്കരണം നമ്മളെപ്പോലുള്ള പിന്നോക്ക രാജ്യമൊക്കെ പറ്റിയല്ല, ചെറുകിട വ്യവസായവൽക്കരണമാണ് വേണ്ടത് എന്ന ആശയം മുന്നോട്ട് വെച്ചു. അങ്ങനെ ചെറുകിട വ്യവസായം മുന്നോട്ട് വെച്ചതിന്റെ ഫലമായിട്ട് ഈ ചെറുകിട വ്യവസായങ്ങൾക്ക് ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന 1976 ഈ ചെറുകിട വ്യവസായങ്ങൾക്ക് വളരെ ആനുകൂല്യങ്ങൾ കൊടുത്തിരുന്നു. അങ്ങനെ ആ ഒരു ആനുകൂല്യം കോഴിക്കോട് കിട്ടി. ഇവിടെ കോഴിക്കോട് നമ്മളെ ചെരുപ്പ് കമ്പനികൾ ഫ്ലറിഷ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ PKC ഇന്ത്യ എന്ന് പറഞ്ഞില്ല, ആ കാലത്ത് കുറെ ചെരുപ്പ് ഫാക്ടറികൾ കേരളത്തിൽ കോഴിക്കോട് അതിജീവിച്ചല്ലോ. അതിന് ഇതൊരു കാരണമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആശയം വളരെ സമഗ്രപരമായിട്ട് എല്ലാ രംഗത്തെയും ടച്ച് ചെയ്യുന്ന ആശയമാണ്. അപ്പൊ അത് ഇദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇദ്ദേഹം ഈ കേദാമോദരന്റെ പരിപാടിക്ക് ശേഷം അടുത്ത പരിപാടിയിൽ യുവാനന്ദമൂർത്തി മറ്റേ അയ്യപ്പണിക്കലൊക്കെ ഈ ലോഹയുടെ ഈ ബദൽനാഗരികത എന്ന ആശയത്തെ സംസാരിച്ചത്. അതുപോലെ തന്നെ നാരായണ ശങ്കരൻ കെ വേണു ലോഹയുടെ ജാതി വ്യവസ്ഥയെ പറ്റിയാണ് സംസാരിച്ചത്. പിന്നെ MA ജോൺ ഈ കോൺഗ്രസ് വിട്ട് വന്നിട്ട് പുതിയ സംസ്ഥാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആശയാളെ മുന്നിട്ടിട്ട് ഈ യോഗാവിയാറയുടെ പരിപാടി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ MGS നാരായണനും പിന്നെ ഇയാളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അമ്മാവനായ M ഗംഗാധരനൊക്കെ ലോഹിയുടെ ചരിത്രവിഷയം ശരിയാണെന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എം ഗോവിന്ദന്റെ അനുയായികളായിട്ടുള്ള കൊടുങ്ങല്ലൂര് NP മുഹമ്മദ് തുടങ്ങിയൊക്കെ M ഗോവിന്ദന്റെ ആശയമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ പല വെറൈറ്റി ഓഫ് ആശയങ്ങൾ ഒരു സങ്കലനം നമുക്ക് യോഗ്യമായിട്ട് കാണാം. അപ്പൊ ആ ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പോലെ ആൾക്കാർ ശ്രമിക്കുന്നത് നമ്മളെ കേരളത്തിന്റെ, പ്രത്യേകിച്ചും കേരളത്തിന്റെ ഇന്നത്തെ ഈ പറഞ്ഞേ ജാതി വ്യവസ്ഥയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പറഞ്ഞില്ല കോഴിക്കോട് ഈ പഞ്ചവർഗത്തിലെ ഏകീകരിച്ചുകൊണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ആദിവാസികൾ, ദളിതുകള്, മുസ്ലിങ്ങള്, സ്ത്രീകൾ, എല്ലാവിധ സ്ത്രീകളും സാധനം ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ ഉണ്ടാക്കി മുമ്പിൽ അതാണ് 30 സീറ്റ് കിട്ടിയത്. വളരെ കല ഉണ്ടാക്കി വരുന്ന അപ്പോഴാണ് ഫലത്തേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവിധ നന്ദിയും കുറിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു.